ബൈക്ക് എഞ്ചിൻ ഓയിലുകൾ പ്രധാനത്തെക്കുറിച്ചും അതിൻ്റെ ഗുണമേന്മ എങ്ങനെയെല്ലാം തിരിച്ചറിയാം എന്നതിനെക്കുറിച്ചുമുള്ള ഒരു വിവരണമാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എഞ്ചിൻ ഓയിൽ, എഞ്ചിൻ്റെ ഒരു ജീവരക്തം എന്ന് തന്നെ ഇതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. മനുഷ്യരക്തത്തിനോട് എത്ര പ്രധാനമുണ്ടോ അതുതന്നെയാണ് ബൈക്കിൽ ഓയിലിൻ്റെ പ്രധാനം. ഓയിലിൻ്റെ പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. എഞ്ചിൻ ഓയിൽ കേവലം ലൂബ്രിക്കൻ്റ് മാത്രമല്ല, അതിന് പ്രധാനമായും ചില ധർമ്മങ്ങളുണ്ട്. ഘർഷണങ്ങൾ ഒഴിവാക്കുക, ലോഹഭാഗങ്ങൾ തമ്മിലുള്ള തേയ്മാനം കുറയ്ക്കുക, ചൂട് ആഗിരണം ചെയ്യുക. ഇവയൊക്കെയാണ് പ്രധാനമായും എഞ്ചിൻ ഓയിലിൻ്റെ ധർമ്മങ്ങൾ. പലതരം എഞ്ചിൻ ഓയിലുകൾ നമുക്കിന്ന് വിപണിയിൽ ലഭ്യമാണ്. അവ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്, ഗുണമേന്മ എങ്ങനെ മനസ്സിലാക്കാം? അതിലൊന്ന് വിസ്കോസിറ്റി ഗ്രേഡ്, അതായത് SAE ഗ്രേഡ്. ഓയിലിൻ്റെ കൊഴുപ്പിനെയാണ് ഇത് സൂചിപ്പിക്കുക. 10-30, 20-40, 20-50, 10-50 തുടങ്ങിയ കോഡുകൾ നിങ്ങൾ ഓയിലിൻ്റെ കുപ്പികളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിൽ 10W30 എന്നതിൽ W എന്നാൽ വിൻ്റർ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ ശീതകാലം എന്നാണ് അർത്ഥമാക്കുന്നത്. അതിൽ 10W എന്നത് 10 വിൻ്റർ എന്നാണ് അതിൻ്റെ അർത്ഥം. തണുപ്പുള്ള സമയത്ത് ഓയിൽ എത്രത്തോളം ഒഴുകുമെന്നാണ് ഇതിൽ ആദ്യത്തെ നമ്പറിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ചൂടുള്ള സമയത്തിൻ്റെ കട്ടിയെക്കുറിച്ചാണ് കാണിക്കുന്നത്. രണ്ടാമത്തത് ഗുണനിലവാര സർട്ടിഫിക്കേഷൻ, API ആൻഡ് JASO. API എന്നാൽ അമേരിക്കൻ പെട്രോളിയം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് അർത്ഥം. SJ, SL, SN എന്നിങ്ങനെയുള്ള റേറ്റിംഗുകൾ കാണാം. അക്ഷരമാലക്രമത്തിൽ മുന്നിലുള്ള ഉദാഹരണത്തിന് SN കൂടുതൽ ഗുണമേന്മയുള്ളതാണ്. JASO, ജപ്പാനീസ് ഓട്ടോമോട്ടീവ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ. ബൈക്കുകൾക്ക് സാധാരണയായി JASO MA അല്ലെങ്കിൽ JASO MA2 ഓയിലുകളാണ് ഒഴിക്കുന്നത്. ഇവ ക്ലച്ച് പ്ലേറ്റുകൾ വഴുതി പോകാതിരിക്കാൻ സഹായിക്കുന്നു. ഓയിലുകളാണുള്ളത്. അതിലൊന്ന് സ്വാഭാവിക ഓയിൽ, അതായത് മിനറൽ ഓയിൽ. രണ്ടാമത്തത് സിന്തറ്റിക് ഓയിൽ. മിനറൽ ഓയിലുകൾ സ്വാഭാവികമായ ക്രൂഡ് ഓയിലിൽ നിന്നും വേർതിരിച്ചെടുക്കുന്നതാണ്. വില കുറവാണ്. ഇവയ്ക്ക് കുറഞ്ഞ കിലോമീറ്റർ മാറ്റേണ്ടി വരും. സിന്തറ്റിക് ഓയിൽ 2 തരമുണ്ട്: സെമി സിന്തറ്റിക് ഓയിൽ, ഫുള്ളി സിന്തറ്റിക് ഓയിൽ. ഇവ ലാബുകൾ കൃത്രിമമായി നിർമ്മിച്ച് ഉയർന്ന താപനിലയിൽ മികച്ച സംരക്ഷണം നൽകുകയാണ്. സ്പോർട്സ് ബൈക്കുകൾ ഫുള്ളി സിന്തറ്റിക് ഓയിലുകളും സാധാരണ ബൈക്കുകൾ സെമി സിന്തറ്റിക് ഓയിലുകളും അനുയോജ്യമാണ്. സെമി സിന്തറ്റിക് ഓയിൽ മിനറൽ ഓയിലിൻ്റെയും സിന്തറ്റിക് ഓയിലിൻ്റെയും മിശ്രിതമാണ്. സാധാരണ യാത്രകൾക്ക് ഇത് മികച്ചതാണ്. സമയബന്ധിതമായ എഞ്ചിൻ ഓയിൽ മാറ്റിയില്ലെങ്കിൽ എഞ്ചിൻ പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഓയിലിൻ്റെ നിറം കറുപ്പായി മാറുന്നതും വഴുവഴുപ്പ് നഷ്ടപ്പെടുന്നതും ആയ സാഹചര്യങ്ങളിലൊക്കെ ഉടനെ ഓയിൽ മാറ്റേണ്ടത് അത്യാവശ്യമാണ്. ഗുണമേന്മയുള്ള എഞ്ചിൻ ഓയിലുകൾ ഉപയോഗിക്കുന്ന ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കും, അറ്റകുറ്റപ്പണി കുറയ്ക്കും. ദൂരയാത്ര പോകുന്ന വാഹനങ്ങളിലാണെങ്കിൽ സിന്തറ്റിക് ഓയിൽ ഒഴിക്കുന്നതാണ് നല്ലത്. ചെറിയ വാഹനങ്ങളിലൊക്കെ 10-30 ഓയിൽ, BS6 വരുന്നതിനൊക്കെ 10-30 ഇപ്പോൾ വരുന്നത്. വലിയ വാഹനങ്ങൾ, അതായത് ബുള്ളറ്റ്, NS പോലുള്ള വാഹനങ്ങളിൽ 20-50 ഗ്രേഡ് ഒഴിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇത്രയുമാണ് ഈ വീഡിയോ പറയാനുള്ളത്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ വരാം.